കൗളമാർഗ മൂന്നാം ഭാഗം താരാപൂജ. ആദ്യ 2 ഭാഗങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലരും ചെയ്തു നോക്കി. വളരെ വലിയ റിസൾട്ട് അതിലുണ്ടായി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് പറയുന്നത്, എന്നാൽ ചിലർക്ക് അത് നടന്നിട്ടില്ല, അവർ വീണ്ടും ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായി. അപ്പോൾ ഇന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൗളാചാര പ്രകാരം ചെയ്യുന്ന ഒരു പൂജയാണ് താരാപൂജ എന്നാണ് വിളിക്കുന്നതിന്. ഇതൊരു സത്കർമ്മമായിട്ടും ദുഷ്കർമ്മമായിട്ടും ഉപയോഗിക്കാം. നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്യുമ്പോൾ സത്കർമ്മം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താണ് താരാപൂജ എന്ന് പറയാം, എങ്ങനെയാണ് ചെയ്യേണ്ട വിധി എന്നുകൂടി പറയാം, എന്തിനാണ് ഇത് ചെയ്യുന്നത്. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് കൗളമാർഗത്തിലെ 3-ാം ഭാഗത്തിൽ പറയുന്നു താരാപൂജ എങ്ങനെ ചെയ്യണം. താരാപൂജ എന്ന് പറയുമ്പോൾ അത് സത്മാന്ത്രികം ഉൾപ്പെടും, ദുർമാന്ത്രികം ഉൾപ്പെടും. വീടുകളിൽ ചെയ്യുമ്പോൾ സത്മാന്ത്രികം മാത്രമേ പാടുള്ളൂ. മറ്റൊരു വ്യക്തിയുടെ നാശം ആഗ്രഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്ന് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യുന്നത്? ശക്തനായ ഒരു വ്യക്തി അശക്തനായ ഒരു വ്യക്തിയുടെ മേൽ നിരന്തരം പ്രഹരണങ്ങൾ ചൊരിയുമ്പോൾ, അതായത് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക്, ജോലി സ്ഥലത്താവാം, സ്വന്തം വീട്ടിലാവാം, സുഹൃത്തുക്കൾക്കിടയിലാവാം, ബന്ധുക്കൾക്കിടയിലാവാം, അയൽവാസികൾക്കിടയിലാവാം, എവിടെയാവാം, തങ്ങൾ അതിശക്തനല്ല, അദ്ദേഹത്തിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് മാന്ത്രിക കർമ്മം. സത്മാന്ത്രികം, ദുർമാന്ത്രികം 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ സത്മാന്ത്രികമാണ് പറയുന്നത്, ദുർമാന്ത്രികവും പറയാം. താരപഞ്ചാക്ഷരി, താര ത്രിജടാതൃക്ഷരി, താര സപ്താക്ഷരി. ഇതിൽ നമ്മൾ താര പഞ്ചാക്ഷരിയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിലേക്ക് ഒരാളെ അടുപ്പിച്ച് നിർത്തുക, ഒരു വ്യക്തിയെ നമുക്ക് അടുപ്പിച്ച് നിർത്തുക, അതൊരു സത്മാന്ത്രികത്തിൻ്റെ രീതിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക. നമ്മളിതിനെ വശ്യം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ ചെയ്യേണ്ടത്? ഒരു നാൾ വ്രതം എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഗോരോചനം എന്ന് പറയുന്ന സംഭവം എടുക്കണം. എന്താണ് ഗോരോചനം? ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. സൈഡിൽ ഞാൻ ലിങ്ക് നൽകിയിരിക്കാം. പശുവിൻ്റെ, കാളയുടെ, എരുമയുടെ പിത്താശയത്തിൽ കാണുന്ന അപൂർവമായ ഒരു കല്ല്, ആ ഇനമാണ് ഗോരോചനം എന്ന് പറയുന്നത്. ഇത് ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പല ഔഷധങ്ങൾക്ക്, മനോവ്യാധി മാറുന്നതിന് വേണ്ടി ഗോരോചനാദി ഗുളിക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പനി, അങ്ങനെ പല അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്, ഗോരോചനാദി എന്ന് പറയുന്നത്. അതുപോലെ താന്ത്രിക യന്ത്രങ്ങൾ എഴുതാനും ഈ പറയുന്ന കല്ല് ഉപയോഗിക്കാറുണ്ട്, ഗോരോചനം. ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഒറിജിനൽ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് ചുവപ്പോ ഓറഞ്ചോ കളറായി. ചുവപ്പല്ല, ഏകദേശം ഒരു മഞ്ഞ ഓറഞ്ച് കലർന്ന ഒരു നിറമായിരിക്കും. ചുവപ്പല്ല, ഒരു ഓറഞ്ച് കളർ അല്ലെ മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഇത് വാങ്ങുക. ശേഷം ചാണയിൽ വെച്ച് അരയ്ക്കുക എന്നുള്ളതാണ്. ചാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനുസമുള്ള ഒരു കല്ലെടുത്താൽ മതി. നല്ലൊരു പാറക്കല്ല്, മിനുസമുള്ള ഒരു പാറക്കല്ലെടുത്ത് അതിന് മുകളിൽ വെച്ച് ഇത് ഉരയ്ക്കുക. ചന്ദനം ചേർത്ത്, ചന്ദനമുട്ടി എന്നാണ് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചന്ദനം അല്ല, ചന്ദനമുട്ടി, അത് ചേർത്ത് ഉരയ്ക്കുക. സ്വയം ചെയ്യുന്ന കാര്യമാണിത്. ഉരച്ചതിന് ശേഷം ഇത് കുഴമ്പ് പരുവത്തിലാക്കുക. ഒരുപാട് ഉണ്ടാക്കാൻ പാടില്ല, വളരെ ശകലം ഉണ്ടാക്കിയതിന് ശേഷം ഈ ഗോരോചനം, അല്ലെങ്കിൽ ഈ ചന്ദനം ചേർത്തരച്ച ഗോരോചനം നമ്മൾ തിലകമായിട്ട് ധരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പുതിയൊരു വേർഷൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഗജകേസരി പുനുക എന്ന് പറയുന്ന ഒരു സംഭവം, പുനുക എന്ന് പറയുന്ന ഒരു മൃഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഭവം ഇപ്പോൾ അത് ഫെമിലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ആന്ധ്രയിലാണ് ഇതിൻ്റെ പ്രധാന ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഗോരോചനം തന്നെയാണ്. മെയിൻ ഐറ്റം ഗോരോചനമാണ്. അപ്പോൾ ഇതിന് വശ്യം ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തി, ഏത് വ്യക്തിയാണോ നമ്മൾ നോക്കുന്നത്, ആ വ്യക്തി നമ്മളിലേക്ക് അടുക്കാനുള്ള ഒരു വലിയ കാരണം അതിനകത്തുണ്ട്.
വശ്യത്തിൽ. ഇത് നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന എത്രത്തോളം സത്യസന്ധമായിട്ടാണോ, എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മളും അവർ തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാവും. ഇത് ദുരുപയോഗം ചെയ്യാൻ പാടുള്ള ഒന്നല്ല. ദുരുപയോഗം ചെയ്താൽ തിരിച്ച് പണി വരും, യാതൊരു സംശയവുമില്ല. കാരണം ഗൗരവജനത്തിൻ്റെ പവർ അതാണ്. യന്ത്രം എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതൊരു മന്ത്രം 108 ഒരു മന്ത്രം ജപിക്കണം. ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇത് അരയ്ക്കുന്നത്. അതെന്താണ് ആ മന്ത്രം, അതുകൂടി ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പരാമർശിക്കും. അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ്: ഐം ഹ്രീം ശ്രീം ക്ലീം സൗം ഹും ഉഗ്രതാരേ ഹും ഫൾ. ഫട്ടെന്നല്ല, ഫൾ. ഇങ്ങനെയാണ് ഈ മന്ത്രം. ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് 108 ജപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഗൗരവജനം അരച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളുമായിട്ട് എന്നും ശത്രുതയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും. അദ്ദേഹം നമ്മളോട് സ്നേഹത്തോടെ പെരുമാറും. എന്നും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ദ്രോഹത്തിൽ നിന്നും പിന്മാറും. സ്വാഭാവികം. ഇത് അദ്ദേഹത്തിന് ഒരിക്കലും ദോഷമായിട്ട് വരത്തില്ല. നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ഉപയോഗിക്കരുത്. ഒരാൾ നമ്മളോട് അടുക്കുമ്പോൾ നമുക്ക് അയാളെ എങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. ഇതിനകത്ത് താര സപ്താക്ഷരി വിഷ്ണു ഉപാസിച്ചിരുന്ന ഒന്നാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. 7ഉം 8ഉം വിഷ്ണു ഉപാസിച്ചതാണ്. അതിന് മുന്നോടിയായിട്ടുള്ള 4 മുതലുള്ളത് ബ്രഹ്മാവ് ഉപാസിച്ചതായിരുന്നു, ബ്രഹ്മാവ് ഉപാസിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സത്മാർഗം എന്ന് പറയുന്നത്. എന്നാൽ തന്നെ താരാപൂജ ദുർമാർഗത്തിൽ ഉപയോഗിക്കാം, കള്ളാചാരം ദുർമാർഗത്തിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നത്, അത് വീടുകളിൽ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നമുക്ക് ജീവിക്കാൻ പറ്റണില്ല ഒരുത്തനെ കൊണ്ട്, അല്ലെ ഒരു ലേഡിയെ കൊണ്ട്, ഒരു പുരുഷനെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പല തരത്തിലാണ് പ്രശ്നങ്ങൾ. ചിലർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു കാര്യമില്ലാതെ കൊണ്ട് കേസ് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുക്കുക, അത് നമ്മളെ കാണുമ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള പലരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് സംശയമാണ്, ചോദ്യം വരും. ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് VIPs ആണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, സെലിബ്രിറ്റീസാണ്. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരെല്ലാം കൂടുതലും സെലിബ്രിറ്റീസാണ്. അപ്പോൾ എല്ലാ ദിവസവും പണിക്ക് പോയി രാത്രി 2 എണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങുന്നവന് ഇതിൻ്റെ ആവശ്യമില്ല. അതും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം, ഇത് ദുർമാന്ത്രികം എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം കൂടി പറയാം. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ പോലും ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. കുടുംബത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം അവിടെ നിന്ന് പോവും. അതിനിത് പല മന്ത്രവാദികളും ഇത് ചെയ്യാറുണ്ട്. അവരെയാണ് ദുർമാന്ത്രികൻ എന്ന് വിളിക്കുന്നത്. നമുക്കതറിയാം, നമ്മൾ ചെയ്യൂല. അപ്പോൾ അതെങ്ങനെയാ? അത് ശ്മശാനത്തിലെ കരിക്കട്ട എടുത്തു കൊണ്ടുവരും. കരിക്കട്ട എടുത്തോട്ട് വന്നിട്ട് സപരിവാരം 369 ജപിക്കും. ശേഷം ഈ പറയുന്ന അത് 1008 വട്ടം ജപം നടത്തി കരിക്കട്ട എടുത്ത് കറുത്ത തുണി, കറുത്ത പട്ടിൽ പൊതിഞ്ഞ് ചുവന്ന ചരട് കൊണ്ട് കെട്ടിയതിന് ശേഷം ഏത് വ്യക്തിയുടെ കുടുംബമാണോ പോകേണ്ടത് അവിടെ കൊണ്ടിട്ടാൽ മതി. ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉച്ചാടന മരണവുമായിട്ട് ബന്ധമുണ്ട്. ഇതിന് വളരെ നെഗറ്റീവായിട്ടാണ് ഇത് ബാധിക്കുന്നത് ആ കുടുംബത്തിന്, അല്ലെ ആ കുടുംബത്തിലുള്ള സകല പരിവാരങ്ങളെയും അത് ബാധിക്കും. ഇങ്ങനെ ചെയ്യും. മറ്റൊന്നുണ്ട്, മഞ്ഞൾ ഉപയോഗിക്കും. മഞ്ഞൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മഞ്ഞളും ഭസ്മവും ഈ 2 സംഭവം കൂടി ചേർത്തിട്ട് പുരുഷന്റെ അസ്ഥി എടുക്കും ശ്മശാനത്തിൽ നിന്ന്. അങ്ങനെ ചെയ്യുന്ന ദുർമന്ത്രവാദികളുണ്ട് കേരളത്തിൽ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടുന്ന ഏറ്റവും വലിയ സാധനമാണ്. ചെയ്യുന്ന ആൾക്ക് പോലും നമ്മൾ ചിന്തിച്ചു നോക്കണം അത് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. ആ പുരുഷന്റെ അസ്ഥി എടുത്തതിന് ശേഷം ഈ പറയുന്ന മഞ്ഞളും ഭസ്മവും കൂടി ചേർക്കും. അത് ചേർത്തിട്ട് ഒരു ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ഈ മന്ത്രം എഴുതും അസ്ഥിയുടെ മുകളിൽ. എന്നിട്ട് 108 ജപിച്ചാണ് ശത്രുവിൻ്റെ വീട്ടിൽ ഇത് എന്ത് ചെയ്യുന്നത്, ഡംപ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഴിച്ചിടും. കഴിഞ്ഞ പരിപാടിയോടെ ഇതിനെ അഴിക്കാൻ കൗളമാന്ത്രികമുണ്ട്. ഇതിനെ അഴിക്കാൻ ഇത് ചെയ്തു വെക്കുന്ന പലരും ഉണ്ട്. ഒരുപാട് വീടുകളിൽ ചെന്ന് കുഴിച്ച് നോക്കുമ്പോൾ ഈ സാധനം കിട്ടും. ചിലർ അവിടെ ഇട്ടിട്ട് പോകും. ആ കുഴിച്ചെടുക്കുന്നവന് പോലും പണി കിട്ടും. അപ്പം അതിനെ മാറ്റാൻ കൗളമാന്ത്രികത്തിന് പറ്റും. അതഴിക്കാൻ, ഇതെങ്ങനെ കെട്ടുന്നോ അത് അഴിക്കാനും അറിയാം അവർക്കെല്ലാം നമുക്കും അറിയാം. പക്ഷേ ഇത് അഴിക്കുമ്പോൾ അവർ തന്നെ അഴിക്കുന്നെങ്കിൽ അതിൻ്റെ പണി അവർക്ക് മേടിക്കും. അതുകൊണ്ട് അവരത് അഴിക്കാറില്ല. പ്രതിവിധിയാണ് ശരിക്കും കൗളം. എല്ലാവരും കൗളം എന്ന് കേൾക്കുമ്പോൾ എന്തോ ദുർമാന്ത്രികമാണ് എന്ന് ചിന്തിക്കും. അല്ല, പ്രതിവിധിയാണ് ശരിക്കും. എല്ലാറ്റിനും ഉള്ള പ്രതിവിധിയാണ്.
അതിന് പറയുന്ന മന്ത്രസിദ്ധി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ആളും ഇങ്ങനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിഹാരമാണ്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കർമ്മമല്ല. ഒരാളെ നശിപ്പിക്കാനായിട്ട് ഒരൊറ്റ മനുഷ്യനും വിളിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു ദുഃഖമുണ്ട്, മനുഷ്യജീവിതമാണ്, ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യരും ഉണ്ടാവും, അല്ല ഈ പറയുന്ന എനിക്കും. അപ്പോൾ അതിന് മറ്റൊരാൾ കാരണക്കാരനാണ് എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അയാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഫെയർ അല്ല. കയ്യിലിരിപ്പാണ് ഫസ്റ്റ്. അത് നന്നായിരിക്കുക. അത് നന്നായിരുന്നു കഴിഞ്ഞാൽ ഒരു വിധം കാര്യങ്ങളൊക്കെ ശരിയാവും. നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും പെർഫെക്റ്റാണ്. നമ്മൾ മോശമാണെങ്കിൽ ഇനി എവിടെ ചെന്നാലും ആ സ്ഥലം കൊള്ളില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ല എൻ്റെ ചുറ്റുപാട് ഉള്ളവർ കൊള്ളില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല. രജനീകാന്ത് പറഞ്ഞതുപോലെ ഇവിടെ സന്തോഷമുണ്ട്, എവിടെ ചെന്നാലും സന്തോഷമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ താരാപൂജ ഒന്നാമത്തെ കർമ്മം വീട്ടിൽ ചെയ്യാം കേട്ടോ. അത് വീട്ടിൽ ചെയ്യുക. മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കങ്ങൾ മാറ്റുക, അടുപ്പിച്ച് നിർത്തുക. ഇനി പലർക്കും തോന്നും അവൻ അങ്ങനെ പിണങ്ങി തന്നെ ഇരുന്നാൽ മതി, അവൻ എൻ്റെ അടുത്ത് അടുക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരിത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് പിന്നെ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കർമ്മം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്നാം ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 4ഉം 5ഉം ഉടൻ വരും എന്ന ശുഭ പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.